സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര. ആദരണീയനായ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന മഹാമനീഷിയുടെ തപസ്സുകൊണ്ട് പുണ്യമായിട്ടുള്ള ഈ മള്ളിയൂരിൽ അദ്ദേഹത്തിൻ്റെ 104-ാം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് വരാൻ സാധിച്ചതിലും എത്രയോ ആചാര്യന്മാരുടെ സാന്നിധ്യവും അവരുടെ സത്സംഗവും കൊണ്ട് ഈ ദിവസങ്ങൾക്കകം പവിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഈ വേദിയിൽ വന്നിരിക്കാനും സാധിച്ചത് വലിയൊരു ഭാഗ്യമായി, വലിയൊരു പുണ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും തുടർച്ചയായിട്ട് നിങ്ങൾക്കറിയുന്നത് പോലെ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായിരുന്നു 2021. കുറച്ച് മോശം അവസ്ഥയായിരുന്നു. ഇനി അങ്ങോട്ടൊരു തിരിച്ചുവരവ് സാധിക്കില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞൊരു സ്ഥലത്ത് ഈ സമാജത്തിൻ്റെ കൂട്ടായിട്ടുള്ളൊരു പ്രാർത്ഥനയും സങ്കല്പവുമാണ് ഒരുപക്ഷെ വീണ്ടും ഇങ്ങനെ മടങ്ങി വരാനും നിങ്ങളൊക്കെ ഇടയിലേക്ക് വീണ്ടും വന്ന് സംസാരിക്കാനും ഒക്കെ സാധിച്ചത്. അന്ന് മുതൽക്ക് എല്ലാ വർഷവും തുടർച്ചയായിട്ട് 2022 മുതൽ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഈ സത്രം നടക്കുന്ന സമയത്ത് ഈ വേദിയിൽ വരാനും ഒരല്പം സംസാരിക്കാനും സാധിക്കാറുണ്ട്. ഈ വർഷവും അത് സാധിച്ചു എന്നത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ ഞാനൊരു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നിലവിലിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നുള്ള ചുമതല വഹിക്കുന്നുണ്ട്. BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണ്. ഈ വേദിയിൽ വന്നിട്ടുള്ള മറ്റ് ഭാഗവതാചാര്യന്മാരെ പോലെ ഭാഗവതത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയാനുള്ള പാണ്ഡിത്യമുള്ള ഒരാളല്ല ഞാൻ. എങ്കിൽ പോലും ഈ വേദിയിൽ വരാൻ സാധിക്കുന്നതിലുള്ള ഒരു ഭാഗ്യം കൊണ്ട് വീണ്ടും വരുന്നു എന്ന് മാത്രം. ഇന്ന് എന്നോട് ഇവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം 24 ഗുരുക്കന്മാരെ സംബന്ധിച്ചാണ്. ഭാഗവത പ്രേമികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, ഭാഗവതത്തിൻ്റെ 11-ാം അധ്യായം ഏകാദശ സ്കന്ധത്തിലെ 7, 8, 9 അധ്യായങ്ങളിലായിട്ടാണ് 24 ഗുരുക്കന്മാരെ പറ്റിയിട്ടുള്ള ദത്താത്രേയൻ്റെ പരാമർശമുള്ളത്. ആ 24 ഗുരുക്കന്മാരെന്ന് പറയുന്നത് തനിക്ക് ചുറ്റുമുള്ള മുഴുവൻ ശക്തിവിശേഷങ്ങളെയും ഗുരുക്കളായി തന്നെ കാണുന്നത് കൊണ്ടാണ് ദത്താത്രേയൻ അവധൂതാവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചത് എന്നാണ് ഈ 24 ഗുരുക്കന്മാരുടെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ 24 ഗുരുക്കന്മാർ ആരാണ് എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം അതിനുള്ളിലെ ആന്തരികമായിട്ടുള്ള തത്വത്തെ, എന്താണ് ആ 24 ഗുരുക്കന്മാരിലൂടെ ഭാഗവതത്തിൻ്റെ കർത്താവ് നമ്മളിലേക്ക് പകരാൻ ശ്രമിക്കുന്ന ആശയം എന്നതൊരു പക്ഷേ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതിയിലാണോ, അതായത് 10-ാം അധ്യായം വരെ പറഞ്ഞു നിർത്തി, അല്ലെങ്കിൽ 11-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായം വരെ പറഞ്ഞു നിർത്തിയിടത്തുനിന്നാണോ ഞാൻ തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ കഥയ്ക്ക് ആ തുടർച്ച ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ 12 സ്കന്ധത്തിലെ 6-ാം അധ്യായം അവസാനിക്കുമ്പോഴേക്കും ഭഗവാൻ ഈ ലോകവാസം വെടിയാൻ തീരുമാനിച്ച് നിൽക്കുകയാണ്. ഉദ്ധവരോട് സംസാരിക്കുന്നതാണ് സന്ദർഭം. അപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത്, എൻ്റെ ഈ ഭൂമിയിലുള്ള അവതാരത്തിൻ്റെ ഉദ്ദേശം മുഴുവൻ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് ഈ ഭൂമിയിൽ വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഞാൻ ഈ മനുഷ്യ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലെ എൻ്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എനിക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ 7 ദിവസത്തിനുള്ളിൽ തന്നെ ദ്വാരക മുഴുവൻ കടലെടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഈ ദ്വാരകയൊന്നും ഇനി ഇവിടെ അവശേഷിക്കാൻ പോകുന്നില്ല. എൻ്റെ വംശമായിട്ടുള്ള യദുവംശം ഇവിടെ അവശേഷിക്കാൻ പോകുന്നില്ല. അവരെല്ലാവരും പരസ്പരം തമ്മിൽ തല്ലി കലഹിച്ചുകൊണ്ട് ഇല്ലാതാവാൻ പോവുകയാണ്. നമ്മൾ പ്രിയങ്കരമാണെന്ന് കരുതി ഇത്രയും കാലം പരിപാലിച്ച മുഴുവൻ സങ്കേതങ്ങളും എന്നോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇല്ലായ്മയാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഉദ്ധവരും ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും സ്ഥായിയല്ല, ഇതൊന്നും എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മാത്രം മനസ്സിൽ ദൃഢമായി എന്നിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കാൻ പറയുകയാണ്. ഉദ്ധവർക്ക് വലിയ ദൗത്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഭഗവാൻ. സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് ഉദ്ധവരോട് ഭഗവാന്റെ നാമം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടാൻ, അല്ലെങ്കിൽ കലിയുഗത്തിൽ മനുഷ്യർക്ക് മോക്ഷമാർഗം സാധ്യമാവാൻ വേണ്ട സങ്കേതങ്ങൾ നിർമ്മിക്കാൻ,
ബാദരികാശ്രമത്തിലുള്ള നാരായണൻ്റെ വിഗ്രഹം അല്ലേ, നമ്മൾ കാണാറില്ല ബദ്രീനാഥിലെ ആ ദിവ്യ വിഗ്രഹമൊക്കെ ഉദ്ധവരുടെ പ്രതിഷ്ഠയാണ്. ഉദ്ധവരാണ് അവിടേക്ക് ചെന്നിട്ട് ആ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഉദ്ധവരെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്, ഇവിടെയുള്ളതെല്ലാം ഉപേക്ഷിച്ച്, ഇവിടെ അങ്ങേക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കൊപ്പമുള്ളൊരു സഞ്ചാരത്തിന് തയ്യാറെടുത്തോളൂ എന്ന് പറയുകയാണ്. ഇതൊന്നും ശാശ്വതമല്ല, ഇതെല്ലാം നശ്വരമാണ് എന്നുള്ളതാണ് ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന തത്വം. എന്നാൽ ഉദ്ധവർ അപ്പോഴും ഒരു സാധാരണ മനുഷ്യനാണ്. ഭഗവാന്റെ നിലയിലേക്ക് ഉയർന്നിട്ടുള്ള നമ്മൾ ഇന്ന് കാണുന്ന ഉദ്ധവരല്ല. ആ സമയത്ത് സന്ദേഹിയായിട്ടുള്ളൊരു ഉദ്ധവരെയാണ്. യഥാർത്ഥത്തിൽ എന്താണോ ഭഗവത്ഗീതയിൽ നമ്മൾ അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദത്തിൻ്റെ സമയത്ത് അർജുനൻ്റെ ഭാവമായി കാണുന്നത്, അതേ ധർമാശങ്കയോടുകൂടി, അതേ ഭയവിഹ്വലതയോടുകൂടിയിട്ട് ഇനി എന്ത് ചെയ്യും, എൻ്റെ അഭയവും അത്താണിയും എൻ്റെ ശക്തിയുമായിട്ടുള്ള ഈശ്വരൻ പോലും എന്നെ ഉപേക്ഷിച്ച് പോവുകയാണല്ലോ, ഇനി ഏകനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് സംശയിച്ച് നിൽക്കുന്ന സന്ദേഹിയായിട്ടുള്ള ഉദ്ധവരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഉദ്ധവർക്ക് ആ ബോധം പകരാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് ജ്ഞാനത്തിൻ്റെ ശക്തി പകരാൻ വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് എങ്ങനെയാണ് യോഗിയായിട്ടുള്ളൊരു മനുഷ്യനായി മാറേണ്ടത്, എന്താണ് മുനിയുടെ സങ്കല്പം, എന്താണ് ഋഷിമാർ അനുവർത്തിക്കേണ്ട ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭമാണ്. ഭഗവാൻ ദീർഘമായിട്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സ്ഥിരമാണെന്നോ ശാശ്വതമാണെന്നോ ധരിക്കരുത്. യഥാർത്ഥത്തിൽ ആത്മാവ് മാത്രമാണ് നിത്യമായിട്ടിരിക്കുന്നത്. അന്വേഷിയായിട്ടുള്ള മനുഷ്യൻ ഗുരുവിൻ്റെ സഹായമില്ലാതെ, മറ്റൊരാളുടെയും പരസഹായം ഒന്നും കൂടാതെ തന്നെ അവനവൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ ആളുകൾ ഈ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഗ്രഹിക്കുന്ന ഈ ഇന്ദ്രിയഗോചരമായിട്ടുള്ള ലോകം മുഴുവൻ മിഥ്യയാണെന്നുള്ള തത്വം മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഈ മായകൾക്കെല്ലാം അതീതമായതാണ് ഞാനെന്ന പരമാർത്ഥ ചൈതന്യം മാത്രമാണ് ശരി. അതുകൊണ്ട് നിന്നിൽ ഈ ലോകം മുഴുവൻ അടങ്ങിയിട്ടുണ്ടെന്നും ആ നീ പോലും എന്നിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതാണ് ഭഗവാൻ പറയുന്ന തത്വം. നിന്നിൽ ഈ ലോകം മുഴുവൻ അടങ്ങിയിട്ടുണ്ടെന്നും ആ നീയാവട്ടെ എന്നിലാണ് കൂടിക്കൊള്ളുന്നത് എന്നും ഞാനാണ് ഇതിനെ എല്ലാം നിലനിർത്തുന്ന ആ ചിരന്തനമായിട്ടുള്ള സത്യം എന്നുമാണ്. അപ്പോൾ ഉദ്ധവർ പറയുകയാണ്, അങ്ങ് പറയുന്നത് ത്യാഗത്തിൻ്റെ, ഉപേക്ഷയുടെ, നിരാസത്തിൻ്റെ പാഠമാണ്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ആ നിലയിലേക്ക് ഞാൻ ഇനിയും ഉയർന്നു കഴിഞ്ഞിട്ടില്ലല്ലോ. അത് വളരെ ത്യാഗികളായിട്ടുള്ള ഋഷികളായിട്ടുള്ള മുനികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന തത്വമാണ്. അത് മനസ്സിലാക്കാൻ ഈ സാധാരണ മനുഷ്യനായിട്ടുള്ള എന്നെ അങ്ങ് സഹായിക്കണം. അങ്ങയുടെ സഹായമില്ലാതെ ഈ പറയുന്ന വലിയൊരു മാനസിക നിലയിലേക്ക് എത്താൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ സഹായം വേണം എന്നാവശ്യപ്പെടുന്ന ഉദ്ധവരെയാണ് നമ്മൾ ഈ 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത്. ആ ഉദ്ധവരുടെ സന്ദേഹം തീർക്കാൻ വേണ്ടി ഭഗവാൻ പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന 24 ഗുരുക്കന്മാരെ പറ്റിയിട്ടുള്ള പരാമർശം വരുന്ന ഭാഗം. ആ 24 ഗുരുക്കന്മാരെ പറ്റിയിട്ടുള്ള പരാമർശം വരുന്ന എവിടെയാണ്? അത് ദത്താത്രേയനും യദുവും തമ്മിലുള്ള സംവാദത്തിലാണ്. യദു എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ പൂർവികനാണ്. യദുവംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആളാണ് യദു. ദത്താത്രേയൻ തന്നെ ഭഗവാന്റെ ഉന്നത അവതാരമാണ്. ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുന്നതിന് മുൻപ് നാരായണനെടുക്കുന്ന നിരവധി അവതാരങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ത്രിമൂർത്തി വിശേഷങ്ങളോട് കൂടിയിട്ടുള്ള അവതാരമാണ് ദത്താത്രേയൻ. ദത്തം എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നർത്ഥം. ത്രേയൻ എന്ന് പറയുന്നത് അത്രിയുടെ മകനായോണ്ട് അത്രേയൻ എന്നുള്ളതാണ്. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനാണ് ദത്താത്രേയൻ. സാക്ഷാൽ ത്രിമൂർത്തികൾ തന്നെയാണ്. 3 തലയോട് കൂടിയിട്ടാണ് ദത്താത്രേയൻ ഇരിക്കുന്നത്. അല്പവസ്ത്രധാരിയായിട്ടുള്ള യോഗി ശരീരത്തോടു കൂടിയവനായിട്ടുള്ള 3 തലകളോട് കൂടിയിട്ടുള്ള ത്രിശൂലധാരിയായിട്ടുള്ള സദാ 4 നായ്ക്കൾക്കൊപ്പം സഞ്ചരിക്കുന്നവനാവുന്ന ദത്താത്രേയൻ. ഈ 4 നായ്ക്കൾ 4 വേദങ്ങൾ തന്നെയാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ വേദാംഗ പാരംഗതനായിട്ടുള്ള, വേദപണ്ഡിതനായിട്ടുള്ള, ജ്ഞാനിയായിട്ടുള്ള ദത്താത്രേയൻ യോഗികളുടെ ആദി ഗുരു എന്നാണ് ദത്താത്രേയനെ പറ്റി പറയുക. നമ്മൾ ഇന്ന് കാണുന്ന നിരവധി സമ്പ്രദായങ്ങളുടെ സ്ഥാപകൻ ദത്താത്രേയനാണ്. ഇപ്പം നാഥ് സമ്പ്രദായം, നമ്മൾ യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറയാറില്ലേ, UP-യിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം യഥാർത്ഥത്തിൽ നാഥ് സമ്പ്രദായത്തിൽപ്പെട്ടുള്ള സന്യാസി. അതുകൊണ്ടാണ് അവരെല്ലാം പേരിൻ്റെ അവസാനത്തിൽ നാഥ് എന്ന് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് അവൈദ്യനാഥ് എന്നായിരുന്നു. അവരുടെ ആ പീഠം സ്ഥാപിക്കുന്നത് ഗോരക്ഷാനാഥാണ്. അതുകൊണ്ടാണ് അതിന് ഗോരഖ്പൂർ എന്ന് പേര് വരുന്നത്. ഗോരക്ഷാനാഥൻ, ഗോക്കളെ രക്ഷിക്കുന്നവനാകുന്ന ശിവനാണ് ഗോരക്ഷാനാഥൻ. ആ പരമ്പര ആരംഭിക്കുന്നത് മച്ചമുനി എന്ന് വിളിക്കുന്ന മത്സ്യേന്ദ്രനാഥിൽ നിന്നാണ്. ഈ നാഥ് പരമ്പരയുടെ സ്ഥാപകൻ ആരാണെന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ദത്താത്രേയനിലാണ്. അവധൂത പരമ്പര എന്ന് പറയുന്നൊരു പരമ്പരയുണ്ട്. അവധൂതന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചവരായിട്ടുള്ള ആളുകളാണ്.
ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നവൻ ആരോ അവനെയാണ് അവധൂതൻ എന്ന് വിളിക്കുന്നത്. മുഴുവൻ ഉപേക്ഷിച്ചിട്ടുള്ള എന്താണ് ഭഗവാൻ ഗീതയിൽ പറയുന്നില്ലേ, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസമാണ് സന്യാസം. ഞാൻ, എൻ്റേത്, എനിക്ക് തുടങ്ങിയിട്ടുള്ള ബോധങ്ങൾ മുഴുവൻ നശിക്കുന്ന സമയത്ത് അവനവൻ എന്ന അവസ്ഥാവിശേഷം തന്നെ ഇല്ലാതാവുന്ന സമയത്താണ് ഒരാൾ സന്യാസിയാവുന്നത്. സന്യാസിയാവുമ്പോൾ 4 പിണ്ഡങ്ങൾ വെക്കുന്നതിൽ ഈ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആത്മപിണ്ഡം എന്ന് പറയുന്ന അവനവനും ഒരു പിണ്ഡം വയ്ക്കും ഇത്ര. പിന്നെ ആ അവസ്ഥയില്ല. പിന്നെ അതിന് നമ്മളെ പൂർവാശ്രമം എന്നാണ് വിളിക്കുക. മുജ്ജന്മം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്, കഴിഞ്ഞ ജന്മത്തിൽ നടന്നു പോയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഉപേക്ഷയുടെ പൂർണ്ണാവസ്ഥ പ്രാപിച്ചിട്ടുള്ള ആളുകളെ, ശരീരബോധം പോലും വെടിഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ ജൈന സന്യാസിമാരിൽ ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും പറയുന്ന 2 അവസ്ഥയുണ്ട്. ശ്വേതംബരന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചു, പക്ഷേ നാണം എന്ന് പറയുന്ന അവസ്ഥ ഉപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ വസ്ത്രം ധരിക്കുന്നുണ്ട്, വെളുത്ത വസ്ത്രം ധരിക്കുന്നുണ്ട്. അവർ വെളുത്ത വസ്ത്രവും കമണ്ടലും ഒരു എന്താണ് അപരിഗ്രഹ എന്ന് പറയുന്നത് 5 വ്രതങ്ങളിൽ പെട്ടിട്ടുള്ളൊരു വ്രതമാണ്. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നും സ്വന്തമായിട്ട് കയ്യിൽ വെക്കാതിരിക്കാതാ, നോൺ പൊസഷൻ എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു തടസ്സമല്ലേ എന്ന് ജൈനർക്കിടയിൽ ഒരു തർക്കമുണ്ട്. അപ്പോൾ അതുപോലും ഉപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ് ദിഗംബരന്മാരെന്ന് പറയുന്നത്. ദിക്കിനെ തന്നെ വസ്ത്രമാക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അവർ സ്വന്തമായിട്ട് ഒന്നിനും സൂക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു എന്താണ് നമ്മൾ ഹിന്ദു ധർമ്മത്തിലെ നാഗസന്യാസിമാരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കുംഭമേള നടക്കുന്ന സമയമാണ്. ഈ നാഗസന്യാസിമാരെല്ലാവരും എന്താണ് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ലോകത്തേക്ക് അപൂർവമായിട്ട് ഇറങ്ങി വരുന്നൊരു വിശേഷപ്പെട്ട സമയമാണ്. 12 വർഷത്തിലൊരിക്കലാണ് ഒരു പൂർണ്ണകുംഭം നടക്കുക. 6 കൊല്ലത്തിലൊരിക്കലും ഒരു അർദ്ധകുംഭവും 12 കൊല്ലത്തിലൊരിക്കലും ഒരു പൂർണ്ണകുംഭമാണ്. അങ്ങനെ 12 പൂർണ്ണകുംഭങ്ങൾ കൂടുമ്പോഴാണ് ഒരു മഹാകുംഭമാവുന്നത്. 144 കൊല്ലത്തിലൊരിക്കലാണ് ഒരു മഹാകുംഭം. അങ്ങനെ ഒരു മഹാകുംഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ. അപ്പോൾ നാഗസന്യാസിമാരൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ലോകത്തിൻ്റെ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളിലും ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്താ പരിഷ്കൃതരായിട്ടുള്ള മനുഷ്യരാണ്. ഇതൊക്കെ ഭാരതത്തിന്, ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഈ മനുഷ്യരെയൊക്കെ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരു അത്യാവശ്യമാണെന്നൊക്കെ പറയുന്ന വളരെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ സന്യാസിമാരെത്തിച്ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയുടെ മൂർത്തതയാണ് അവർക്ക് നഗ്നത എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ബോധ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുട്ടിക്ക് നഗ്നനായി നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത്? എന്തിനാണ് മനുഷ്യർ അടിസ്ഥാനപരമായിട്ട് വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം ധരിക്കുന്നത് അവനവനോട് അത് പ്രശ്നം ഉണ്ടായിട്ടല്ല, കാണുന്ന ആളുടെ നാണം മറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മളെല്ലാവരും വിവസ്ത്രരായി നിന്ന് കുളിമുറിയിൽ നിന്ന് കുളിക്കുമ്പോൾ നമുക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ല. കാരണം അത് കാണുന്നവൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. നഗ്നത സ്വമേധയാ ലജ്ജയെ സൃഷ്ടിക്കുന്നില്ല. അവിടെ കാണുന്നവനും കാണപ്പെടുന്നവനും എന്ന ദ്വന്ദ്വം വരുമ്പോഴാണ് അത് ലജ്ജയെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് സന്യാസിയാവുന്ന ആൾക്ക് ലജ്ജ എന്ന് പറയുന്ന അവസ്ഥയില്ലാത്തത്. കാരണം കാണുന്നവൻ കാണപ്പെടുന്നവൻ എന്നുള്ള ദ്വന്ദ്വം അവനെ ബാധിക്കുന്നില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്നിലുള്ള അതേ പരമാത്മ ചൈതന്യത്തെയാണ് നിങ്ങളിലുള്ള ആ ചൈതന്യം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ആൾക്ക് ഞാൻ ലജ്ജിക്കുന്ന അല്ലെങ്കിൽ അയാൾ എന്നെ പരിഹസിക്കുന്നു തുടങ്ങിയിട്ടുള്ള ചിന്തകളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവധൂതാവസ്ഥ പ്രാപിച്ചിട്ടുള്ള ആളായിരുന്നു അത്രേ ദത്താത്രേയൻ. അതുകൊണ്ടാണ് അദ്ദേഹം അവധൂത പരമ്പരയുടെ സ്ഥാപകനാവുന്നത്, സിദ്ധ പരമ്പരയുടെ സ്ഥാപകനാവുന്നത്, യോഗ പരമ്പരയുടെ സ്ഥാപകനാവുന്നത്. അങ്ങനെയുള്ള നമ്മളിന്ന് ഏത് പരമ്പരകളുടെ പിറകിലേക്ക് അന്വേഷിച്ചു പോയാലും അവിടെ എല്ലാം ദത്താത്രേയൻ എന്നുള്ള പേര് നമ്മൾ കാണുന്നുണ്ട്. ഭഗവാന്റെ തന്നെ പൂർവ്വ അവതാരമായിട്ടാണ് ദത്താത്രേയനെ വാഴ്ത്തുന്നത്. എന്താ പറയുക, അനസൂയയുടെയും അത്രയുടെയും മകനാണ്. അനസൂയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അസൂയ ഇല്ലാത്തത് എന്നാ. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് അസൂയ, അല്ലേ? നമുക്കുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നൊരു സംശയം വരുമ്പോഴാണ്. നമുക്ക് ഉള്ളത് തന്നെ മറ്റുള്ളവർക്ക് വന്നാലും മതി, നമ്മുടെ ഒപ്പം ആവാനും പാടില്ലാത്തുണ്ട്. നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കണമല്ലോ മറ്റുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊന്നും ഇല്ലാത്തൊരാൾക്കാർ, അങ്ങനത്തെ 2 പുണ്യപുരുഷന്മാരുടെ മകനായി ജനിച്ചിട്ടുള്ള ആളാണ് ദത്താത്രേയൻ. ദത്താത്രേയന് താപത്രയങ്ങൾ ബാധകമായിരുന്നില്ല എന്ന്. ത്രയങ്ങൾ 3ആണല്ലോ നമുക്ക് പറയുമ്പോൾ. എന്താണ്? ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നിങ്ങനെ 3 ത്രയങ്ങളാണ് നമ്മളെ സദാ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ താപത്രയങ്ങളെ അതിജീവിച്ചിരുന്ന ആളായിരുന്നു ദത്താത്രേയൻ എന്നതുകൊണ്ട് ദത്താത്രേയനെ പ്രായം ബാധിച്ചിരുന്നില്ല എന്നാണ്. ദത്താത്രേയൻ എത്ര വർഷങ്ങൾക്ക് ശേഷവും യുവാവായി കാണപ്പെട്ടിരുന്നു എന്ന് നമ്മൾ ശുഗബ്രഹ്മർഷിയെ പറ്റി പറയാറുണ്ട്. ഈ അവസ്ഥ, ശുഗബ്രഹ്മർഷി വ്യാസൻ്റെ മകനാണ്. വ്യാസനും ശുഗബ്രഹ്മർഷിയും കൂടി നടന്നു പോകുമ്പോൾ, ശുഗബ്രഹ്മർഷി നടന്നു പോകുമ്പോൾ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ലജ്ജ തോന്നുന്നില്ല. അവർ നഗ്നരായി തന്നെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വ്യാസമഹർഷി വന്നപ്പോൾ ഇവർ പെട്ടെന്ന് വസ്ത്രം എടുത്ത് ധരിച്ചു.
അപ്പോൾ വ്യാസമഹർഷി ചോദിക്കുകയാണ്, അതെന്താ അവൻ വന്നപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, ഞാൻ വന്നപ്പോഴാണോ നിങ്ങൾക്ക് കുഴപ്പം? പക്ഷേ ശുകബ്രഹ്മർഷിയുടെ അവസ്ഥ കൊണ്ട് ഒരു ശിശുവായിട്ടൊരു നൈർമല്യമുള്ള ഒരാളായിട്ട് നിഷ്കളങ്കതയായിട്ടാണത് തോന്നുന്നത്. അവരെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടെന്നോ മറയ്ക്കാനുണ്ടെന്നോ കാണുന്നവർക്ക് തോന്നുന്നില്ല എന്നാ. അതേപോലെ ദത്താത്രേയൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും നൂറ്റാണ്ടുകളോളം ജീവിച്ചതിന് ശേഷവും ദത്താത്രേയൻ ഒരേ രൂപത്തിലിരിക്കുകയാണ്. അങ്ങനെ അവധൂതനായി സഞ്ചരിക്കുന്ന ദത്താത്രേയൻ യദുവിൻ്റെ മുന്നിൽ എത്തുന്ന സമയത്ത് യദുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ഇദ്ദേഹം എന്തോ ഒരു വിശേഷമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങ് ഇങ്ങനെ ഒരു അവസ്ഥ പ്രാപിച്ചത്? അങ്ങ് എല്ലാം അറിയുന്നവനായിരിക്കുമ്പോഴും ഒന്നും അറിയാത്തവൻ്റെ ഭാവത്തിലുള്ള വിനയത്തോടു കൂടി അങ്ങ് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങ് എല്ലാം ഉള്ളവനാവുമ്പോഴും ഒന്നും ഇല്ലാത്തവനെ പോലെയുള്ള ഒരു നിസ്വതയോടുകൂടി അങ്ങ് അലയുന്നുണ്ട്. അങ്ങ് എന്താണ്, അങ്ങ് നദിയിലേക്ക് ഇറങ്ങുമ്പോൾ നദി അങ്ങിലേക്ക് ഇറങ്ങുകയാണോ എന്ന സംശയം തോന്നുന്ന അത്രയും ഗാംഭീര്യം അങ്ങേക്ക് ഉള്ളപ്പോഴും അങ്ങ് ഇത്രയെല്ലാം സിദ്ധികളുടെ ഒരു ഉടമസ്ഥനാണ് ഞാനെന്ന ഭാവം അങ്ങ് വെച്ച് പുലർത്തുന്നതേ ഇല്ല. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? എവിടെ നിന്നാണ് അങ്ങ് ഈ പാഠം പഠിച്ചത്? ആരാണ് അങ്ങയുടെ ഗുരുക്കന്മാർ? ഏതാണ് അങ്ങയുടെ ഗുരുകുലം? എന്താണ് അങ്ങയുടെ സമ്പ്രദായം? അതൊന്നും അറിയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഈ പാഠം ഒന്ന് പഠിക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ദത്താത്രേയൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടികളാണ് ആരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. അദ്ദേഹം പറയുന്നത് 24 ഗുരുക്കന്മാരുടെ പേരുകളാണ്. എന്നാൽ ഈ ഗുരുക്കന്മാരൊന്നും ഗുരുകുലം സ്ഥാപിച്ചിട്ട് ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഗുരുക്കന്മാരായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഗുരുക്കളുടെ അടുത്തൊന്നും വിദ്യ അഭ്യസിക്കാൻ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഗുരുക്കളുടെ അടുത്തൊന്നും പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക കോഴ്സിന് എൻറോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗുരുക്കന്മാരിൽ നിന്ന് പാഠം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിലുള്ള അക്കാഡമിക് എലിജിബിലിറ്റി ആവശ്യമില്ല. +2 പഠിക്കണമെങ്കിൽ +1 കഴിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. MA പഠിക്കണമെങ്കിൽ BA കഴിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്, അല്ലേ? LKGക്ക് ചേരാൻ വരെ ഇപ്പോൾ വേറെ എന്തൊക്കെയോ കഴിവുകൾ വേണം. ആദ്യം ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇത്ര കുട്ടി ഗർഭാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമേ LKGയിൽ ചേർക്കുന്നുള്ളൂ. പക്ഷേ ഈ 24 ഗുരുക്കന്മാരുടെ അടുത്ത് പാഠം പഠിക്കാൻ നിങ്ങൾക്ക് ഒരു പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? നിങ്ങൾ കണ്ണും കാതും തുറന്നിരിക്കുന്ന ജ്ഞാനത്തെ സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾ മനുഷ്യരാവണമെന്ന് പോലും ഇല്ല കേട്ടോ. നിങ്ങളിനി ഏതെങ്കിലും ജീവജാലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വിദ്യ അഭ്യസിക്കാൻ സാധിക്കും. കാരണം ഇതിലെ ഗുരുക്കന്മാരിൽ ജീവികളുമുണ്ട്. ഇതിലെ ഗുരുക്കന്മാരിൽ പക്ഷികളുണ്ട്, പാമ്പുണ്ട്, മറ്റ് പല തരത്തിലുള്ള പെരുമ്പാമ്പുണ്ട്, മറ്റ് പല തരത്തിലുള്ള ജീവികളുണ്ട്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം ഓരോ ഗുരുവും എന്താണ് പഠിപ്പിക്കുന്നത് എന്നാണ് ദത്താത്രേയൻ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് അറിവ് നമ്മൾ പുറമെ നിന്നല്ല നേടുന്നത്. കണ്ണും കാതും തുറന്നിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ അന്ധകരണത്തിൽ നിന്ന്, അവരുടെ അന്തരാത്മാവിൽ നിന്ന് എല്ലാ അറിവുകളെയും കണ്ടെടുക്കാനുള്ള ശേഷിയുണ്ട്. അതിന് പ്രേരകങ്ങളാകുന്ന നിമിത്തങ്ങൾ തന്നെ ധാരാളമാണ്. അതിന് മനുഷ്യരൂപം ആർജിച്ചിട്ടുള്ള ഗുരുക്കന്മാരാവശ്യമില്ല. അതിന് വലിയ കെട്ടിടത്തിൻ്റെ ഭാവത്തിലേക്ക് മാറിയിട്ടുള്ള സ്ഥാപനങ്ങൾ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ഏതൊരു വസ്തുവിനും നിങ്ങളിലേക്ക് അന്വേഷണത്തിൻ്റെ പ്രജ്ഞയെ ഉണർത്താനുള്ള നിമിത്തങ്ങളായി വർത്തിക്കാൻ സാധിക്കും. ആ നിമിത്തങ്ങളിൽ നിരീക്ഷണബോധമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് തന്നെ അവനവൻ്റെ അന്തരാത്മാവിൽ നിന്നുള്ള അറിവുകളെ കണ്ടെത്താൻ പറ്റുന്ന. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും സർവജ്ഞരാണ് എന്നുള്ളതാണ് സങ്കല്പം. നമുക്കെല്ലാവർക്കും എല്ലാം അറിയാം. എന്നാൽ നമ്മുടെ ഈ അറിവിനെ മൂടിയിരിക്കുന്ന മായയുടെ ഒരു പാടയുണ്ട്. ഈ പാടയെ നീക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സാധനയും, നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ളൊരു അറിവ് നമ്മൾ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ എവിടെയോ അറിവുണ്ടല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുക ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ദാറ്റ് ഓൾറെഡി ലൈസ് വിത്തിൻ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടിയിരിക്കുന്ന പൂർണ്ണതയുടെ കണ്ടുപിടുത്തമാണ്, അതിൻ്റെ പ്രകടനമാണ്, അതിൻ്റെ പ്രദർശനമാണ് വിദ്യാഭ്യാസം. അറിവ് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ആ ജ്ഞാനത്തെ നമ്മൾ മറനീക്കി പുറത്തു കൊണ്ടുവരികയാണ്. അത് പഠിക്കുമ്പോഴാണ്. ഒരിക്കലത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് അത്രയും കാലം അത് ഇല്ലായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അറിവ് എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു താതാത്മ്യം നമുക്കതിനോട് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു തത്വമാണ് യഥാർത്ഥത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നത്. 24 ഗുരുക്കന്മാരിലെ 5 ഗുരുക്കന്മാരെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഭൂമിയാണ്. ആദ്യത്തെ ഗുരു ഭൂമി എന്താണ് പഠിപ്പിച്ചത് ദത്താത്രേയനെ? ഭൂമി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് പഠിപ്പിക്കുന്നത്.
ഭൂമി നോക്കൂ, നമ്മളെല്ലാവരും ഭൂമിയെ ചവിട്ടി നടക്കുന്നു. എല്ലാ ഭാരങ്ങളും ഭൂമി സ്വയമേവ ഏറ്റെടുക്കുന്നു. എന്നാൽ ഇത്രയേറെ ഭാരങ്ങൾ ചുമക്കുമ്പോഴും ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും വിരോധമോ ദേഷ്യമോ ആരോടും പ്രകടിപ്പിക്കുന്നില്ല. അതിൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല. അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള ഭ്രമണപഥത്തിൽ, അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭൂമി അതിൻ്റെ കർത്തവ്യങ്ങൾ സദാ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ അതിനോട് ചെയ്തത് എന്താണ് എന്ന് ഭൂമി ആലോചിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ദൗത്യം എന്താണ് എന്നതിനെ പറ്റി മാത്രമേ ഭൂമി ചിന്തിക്കുന്നുള്ളൂ. ആ ക്ഷമാശീലം ഞാൻ പഠിച്ചത് ആരിൽ നിന്നാണ്? ആ ക്ഷമാശീലം ഞാൻ പഠിച്ചത് ഭൂമിയിൽ നിന്നാണ് എന്നാണ് ദത്താത്രേയൻ പറയുന്നത്. അതാണ് ദത്താത്രേയൻ്റെ ആദ്യത്തെ ഗുരു. ദത്താത്രേയൻ്റെ രണ്ടാമത്തെ ഗുരു ജലമാണ്. ജലത്തിൽ നിന്ന് എന്താ പഠിച്ചത്? നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന തത്വമാണ് ദത്താത്രേയൻ പഠിച്ചത്. എവിടെയും കെട്ടി നിൽക്കാതെ, എവിടെയും തറഞ്ഞു പോകാതെ, എവിടെയും ഉറച്ചു നിൽക്കാതെ നിരന്തരമായിട്ട് സ്വയം നവീകരിച്ചു കൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ള. നദികൾ എന്താ ചെയ്യുന്നത്? നദികൾ മറ്റുള്ള എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, എന്നാൽ സ്വയം പാപികളായി മാറുന്നില്ല. നോക്കൂ, ഈ കുംഭമേളയ്ക്ക് 40 കോടി മനുഷ്യന്മാർ അവരുടെ പാപങ്ങളെല്ലാം പ്രയാഗിലേക്ക് ഒഴുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ഗംഗയും യമുനയും സരസ്വതിയും തമ്മിൽ ചേരുന്ന ആ ത്രിവേണി സംഗമത്തിൽ ഈ രാജ്യത്തെ 40 കോടി മനുഷ്യന്മാരുടെ പാപങ്ങളാണ് അലിഞ്ഞു പോകുന്നത്. അതിനുശേഷം ത്രിവേണി പാപിയാവുന്നുണ്ടോ? പക്ഷെ ത്രിവേണി പാപിയാവുന്നില്ല. ഈ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ ശുദ്ധീകരിക്കുന്നേ ഉള്ളൂ. അത് സ്വയം അശുദ്ധമാവുന്നില്ല. അത് നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ തത്വമാണത്രേ ദത്താത്രേയൻ ജലത്തിൽ നിന്ന് പഠിച്ചത്. നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുക. ചരൈവേതി, ചരൈവേതി എന്ന് പറയില്ലേ, ഒരിക്കലും നിൽക്കാതെ നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന തത്വമാണ് ദത്താത്രേയൻ ജലത്തിൽ നിന്ന് പഠിക്കുന്നത്. ദത്താത്രേയൻ്റെ മൂന്നാമത്തെ ഗുരു ആകാശമാണ്. ആകാശം എല്ലാ സംഗതികൾക്കുള്ളിലും പുറത്തുമായിട്ട് വർത്തിക്കുന്നുണ്ട്. എന്നാൽ ആകാശം ഒന്നിനോടും ബന്ധിതമാകുന്നില്ല എന്നുള്ള. ആകാശത്തിൽ മേഘങ്ങൾ നിൽക്കുന്നുണ്ട്, എന്നാൽ ആകാശം മേഘവുമായി ബന്ധിതമാകുന്നില്ല. എല്ലാത്തിനും പ്രതലം ഒരുക്കുമ്പോഴും അതിൽ വന്നു ചേരുന്ന ഒന്നിൻ്റെയും വക്താവായി മാറാതെയും ഒന്നിനോടും മമതാബന്ധം പുലർത്താതെയും സ്വച്ഛമായി നിൽക്കാനുള്ള ആ ശേഷി ആകാശത്തിൻ്റെ ആകാശം എല്ലാത്തിനെയും പ്രതിഫലിപ്പിക്കുക ചെയ്യുന്നു. ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് നദി അല്ലെങ്കിൽ സമുദ്രം ആകാശത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ്. ആകാശം ചുവപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത് അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ അതിനെ പ്രതിഫലിപ്പിക്കുമ്പോഴാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതിനെയൊക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനെയും അത് സ്വാംശീകരിക്കുന്നോ ഒന്നിൻ്റെയും ഗുണം അത് സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. അതെല്ലാത്തിനും ഒരു പ്രതലമായി മാത്രം വർത്തിക്കുകയാണ്. ആ തത്വം ഒന്നിനെയും മമതാബന്ധത്തോടു കൂടിയിട്ട് ഒന്നിനെയും സ്വീകരിക്കാതിരിക്കാനുള്ള തത്വം ദത്താത്രേയൻ പഠിക്കുന്നത് ആരിൽ നിന്നാണ്? ആകാശത്തിൽ നിന്നാണ് ദത്താത്രേയൻ പഠിക്കുന്നത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ദത്താത്രേയൻ്റെ അടുത്ത പാഠം പകർന്നു കൊടുക്കുന്നത് വായുവാണ്. വായു നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ വായു ഒരു ഗുണങ്ങളെയും സ്വാംശീകരിക്കുന്നില്ല. വായുവിന് ഞാൻ ഇന്ന സ്ഥലത്ത് മാത്രമേ ഒഴുകുകയുള്ളൂ എന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയില്ല. ശുദ്ധാശുദ്ധങ്ങളിൽ വായു വിശ്വസിക്കുന്നില്ല. വായു ക്ഷേത്രത്തിനുള്ളിൽ ഒഴുകുന്ന അതേപോലെ തന്നെ ശൗചാലയങ്ങൾക്കുള്ളിലും വായു ഒഴുകുന്നുണ്ട്. വായു സുഗന്ധത്തെ വഹിക്കുന്ന അതേ മട്ടിൽ തന്നെ വായു ദുർഗന്ധത്തെയും വഹിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം താൻ വഹിക്കുന്നത് എന്താണോ അവയുടെ സ്വഭാവം മാത്രമാകുന്നുണ്ട്. വായുവിൻ്റെ ഒഴുക്കിനെ ഇതൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. മഹാമലകൾക്ക് പോലും പർവ്വതങ്ങൾക്ക് പോലും വായുവിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ വഴിയിൽ പെടുന്നതിനെ മുഴുവൻ കടപുഴക്കിക്കൊണ്ട്, വൻ വൃക്ഷങ്ങളെ വരെ കടപുഴക്കിക്കൊണ്ട് വായു നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ തത്വമാണത്തെ ദത്താത്രേയൻ വായുവിൽ നിന്ന് പഠിച്ചത്. പിന്നെ പഠിക്കുന്ന തത്വം എന്താ? അഞ്ചാമത്തെ ഭൂതമായിട്ടുള്ള അഗ്നി. അഗ്നിയുടെ മാത്രം പ്രത്യേകത, ബാക്കിയുള്ള എല്ലാ ഭൂതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പറയാറുള്ള പ്രത്യേകത, അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുമ്പോഴും അഗ്നി ഒരിക്കലും സ്വയം അശുദ്ധമാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നദിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ പോലും നദികൾ മറ്റുള്ളവരെ ശുദ്ധീകരിക്കുമ്പോൾ അതിൽ കുറച്ച് അശുദ്ധി കലരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അഗ്നിയുടെ കാര്യത്തിൽ നോക്കൂ, എല്ലാത്തിനെയും ദഹിപ്പിക്കുകയാണ് അഗ്നി ചെയ്യുന്നത്. അഗ്നി നിരന്തരമായിട്ട് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഗണപതി, നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതിയാണല്ലോ, ഗണപതി അഗ്നിതത്വമാണ് എന്ന് പറയും. ഈ ലംബോദരൻ എന്ന് പറയുന്നത് അഗ്നി തന്നെയാണ്. കാരണം എത്ര കൊടുത്താലും വയറ് നിറയാത്ത അവസ്ഥയാണ്. ഗാണ്ഡവനം മുഴുവൻ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് അഗ്നിയുടെ വിശപ്പ് ബാക്കിയാണ്, ഇനിയും മതിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പരാതിയായിട്ട് പോയത്. ആരുടെ അടുത്ത്? പാണ്ഡവരുടെ അടുത്ത് പോയിട്ട് ഒരാളെ കൂടി കിട്ടാൻ ബാക്കിയുണ്ട്, അയാളെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പ് മുഴുവനായിട്ട് മാറുള്ളൂ എന്ന്. അപ്പോൾ എത്ര കൊടുത്താലും മനസ്സിലാവില്ല. അത് ഗണപതിയുടെ അഗ്നിവർണ്ണം രക്തനിറത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ സന്യാസി പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? അഗ്നിയിൽ നിന്ന് ദത്താത്രേയൻ പഠിക്കുന്നുണ്ട്. എന്താ? കിട്ടുന്ന
കിട്ടുന്ന ഭക്ഷണം അപ്പം കഴിക്കുക, നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാണ്ടിരിക്കുക. അഗ്നിയിലേക്ക് നിങ്ങളൊരു കഷ്ണം കടലാസ് ഇട്ട് വെക്കുന്നത് നാളെ ദഹിപ്പിക്കുക. ഇന്നിപ്പോൾ കുറേ വീടൊക്കെ കത്തിച്ചാലേതുകൊണ്ട് അഗ്നി നാളത്തേക്ക് അത് വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ. എന്താണോ കിട്ടുന്നത് അപ്പം ദഹിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്ന അഗ്നിയുടെ ക്ഷണചലനം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. ആ ക്ഷണത്തിൽ തന്നെ എന്താണോ കിട്ടിയത് അതിനെ ആ നിമിഷത്തിൽ തന്നെ ജ്വലിപ്പിച്ച് കളയുന്ന അഗ്നിയുടെ ആ സവിശേഷതയാണ് ഒരു സന്യാസിക്ക് വേണ്ട. അവധൂതനാണല്ലോ ദത്താത്രേയൻ. അവധൂതന്മാർ പാലിക്കേണ്ട പാഠങ്ങളാണ് ദത്താത്രേയൻ ഈ പറയുന്നത് മുഴുവൻ. ഇതെല്ലാം സാധാരണ മനുഷ്യർക്ക് പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, സാധാരണ മനുഷ്യരെ അവധൂതാവസ്ഥയിലേക്ക് എത്തിക്കുന്ന പാഠങ്ങളാണിത്. ഒന്നും ശേഖരിക്കാതിരിക്കുക, കയ്യിലുള്ളത് അപ്പോഴത്തെ ആവശ്യത്തിലുള്ളത് മാത്രം എടുക്കുക, അത് അപ്പം തന്നെ ആഹരിക്കുക, ബാക്കി ദൂരം അടുത്ത തവണ അടുത്ത സ്ഥലത്ത് വെച്ച് നോക്കാം എന്നുള്ള തത്വമാണ് അദ്ദേഹം അഗ്നിയിൽ നിന്ന് പഠിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഇനിയും കുറേ ഉണ്ട്, 24 തത്വങ്ങളാണ്, 24 ഗുരുക്കന്മാരിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുന്നത്. കാണുന്നതിൽ നിന്ന് മുഴുവൻ പാഠങ്ങൾ പഠിക്കുകയാണ്. അതേപോലെ തന്നെ സൂര്യനിൽ നിന്ന് അദ്ദേഹം പാഠം പഠിക്കുന്നുണ്ട്. സൂര്യൻ എന്താണ്? സൂര്യൻ നിരന്തരമായി ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സൂര്യൻ സമുദ്രത്തിലെ ജലത്തിനെ മുഴുവൻ ആവിയാക്കി മുകളിലേക്ക് കൊണ്ടുപോവുകയും അതേസമയം അതിനെ വീണ്ടും മഴയായിട്ട് ഭൂമിയിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ നിരന്തരമായിട്ട് സൂര്യൻ മടക്കി കൊടുക്കുകയാണ്. സൂര്യനൊന്നും തനിക്കായി സമ്പാദിക്കുന്നില്ല. ഈ തത്വമാണ് ദത്താത്രേയൻ സൂര്യനിൽ നിന്ന് പഠിക്കുന്നത്. അതേപോലെ തന്നെ കപോതപക്ഷി. ഇപ്പം കപോതപക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിജിയൻ, പ്രാവാണ്. പ്രാവിൽ നിന്ന് അദ്ദേഹം പഠിക്കുന്നൊരു പാഠമുണ്ട്. അത് വലിയൊരു തത്വമാണ്. സാധാരണ നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ ഇപ്പോഴും പറ്റുന്ന ഒരു തെറ്റിനെയാണ് ദത്താത്രേയനോടെ സൂചിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു കാട്ടിൽ ഒരു പ്രാവും ഒരു പ്രാവിൻ്റെ ഭാര്യയും പ്രാവിൻ്റെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ കുട്ടികൾക്ക് ഇര പിടിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട ഭക്ഷണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവും, ഈ ആൺപ്രാവും പെൺപ്രാവും, ഭാര്യ എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നറിയില്ല, ഈ ആൺപ്രാവും പെൺപ്രാവും ഈ ഇണപ്രാവുകൾ എങ്ങോട്ടോ പറന്നുപോയി. ഇവർ ഭക്ഷണമൊക്കെ സമാഹരിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഒരു വേടൻ അവിടെ ഒരു വലയൊക്കെ വിരിച്ചിട്ട് ഈ വലയിൽ ഈ കുട്ടികൾ 3 പേരും പെട്ടുപോയി. അപ്പോൾ ഈ ഇണപ്രാവുകൾ വരുമ്പോൾ കാണുന്ന എന്താ, വേടൻ്റെ വലയിൽ പെട്ടിരിക്കുന്ന 3 കുട്ടികളെ കാണുന്നത്. ഈ അമ്മപ്രാവ് സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അപ്പം തന്നെ അതിലേക്ക് ചെന്ന് കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ വലയിലേക്ക് ചെന്ന് കയറുകയും അവരും ഈ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ അച്ഛൻ പ്രാവ് അല്ലെങ്കിൽ ഈ ആൺപ്രാവ് ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാം വേടൻ്റെ വലയിൽ കുടുങ്ങി. ഇനിയിപ്പോൾ ഞാനൊരാൾ മാത്രമായിട്ട് ഇവിടെ പുറത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാനും ഈ വലയിലേക്ക് ചെന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആൺപ്രാവും എന്ത് ചെയ്യുന്നു, ഈ വലയിലേക്ക് ചെന്ന് കയറുന്നു. വേടന് വളരെ സുഖമായി. വൈകുന്നേരം വന്നപ്പോഴേക്ക് 5 പ്രാവുകളെ കിട്ടി. വളരെ സന്തോഷമായിട്ട് അദ്ദേഹം പോയി. അത് പറയുന്നത് എന്താ, നമ്മുടെ ഈ കുടുംബസ്നേഹം എന്ന് പറയുന്ന സംഭവം, നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന സംഗതി ഒരാളുടെ മോക്ഷത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അത് മമതയാണ് എന്നുള്ളതാണ്. അത് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് കുറച്ച് വിഷമം തോന്നുന്നു. എന്താ, കുടുംബസ്നേഹം പാടില്ലേ? കുടുംബസ്നേഹം നമുക്ക് നല്ലോണം വേണ്ട ഒരു സാധനമല്ലേ? ഈ കാലഘട്ടത്തിൽ കുടുംബസ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം തെറ്റായ സന്ദേശങ്ങളാണോ ഭാഗവതത്തിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദുധർമ്മം മറ്റ് ധർമ്മങ്ങളെ പോലെ അതിവേഗത്തിൽ പ്രചരിക്കാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളതിന് കാണുന്നൊരു ഉത്തരം, ഹിന്ദുധർമ്മം ഒരു മിഷണറി ധർമ്മം അല്ല എന്നുള്ളത്. ഇസ്ലാം മതം പോലെയോ ക്രിസ്ത്യൻ മതം പോലെയോ യഹൂദ മതം പോലെയോ ഒന്നും ഒരു മിഷണറി റിലീജിയൻ അല്ല. അതായത് സ്വയം പ്രചരിപ്പിക്കുന്ന സ്വഭാവം അതിനില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആളെ കൂട്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ധർമ്മം അവസാനത്തെ ലക്ഷ്യമായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു മോക്ഷമാർഗ്ഗമാണ്. എന്താണ് മോക്ഷം നേടുക? നിരന്തരമായിട്ടുള്ള ജനന മരണങ്ങളുടെ വാർത്തുള ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് അല്ലേ, ജലിക്കുക, കുറേ കർമ്മങ്ങൾ ചെയ്യുക, മരിക്കുക, ഈ കർമ്മബന്ധം തീർക്കാൻ വേണ്ടി വീണ്ടും ജനിക്കുക, ഇങ്ങനെ അവസാനിക്കാത്ത ജനന മരണങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചാക്രികാവർത്തനങ്ങളുടെ വാർത്തുള ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ല എന്നൊരവസ്ഥ പ്രാപിക്കുക എന്നുള്ളതാണ് മോക്ഷം എന്ന് നമ്മൾ വിളിക്കുന്നത്. വിഷ്ണുപാദത്തിൽ ലയിക്കുക, സദ്ഗതി പ്രാപിക്കുക, ഇനി പുനർജന്മമില്ലാത്തൊരവസ്ഥ പ്രാപിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങളാണ്. ഭക്തിയോഗ ആണെങ്കിലും ജ്ഞാനയോഗ ആണെങ്കിലും കർമ്മയോഗ ആണെങ്കിലും ഇനി സന്യാസയോഗ ആണെങ്കിലും ഇതെല്ലാം മുക്തി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ്. ഈ മുക്തി ആവട്ടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്.
അത് നമുക്ക് എന്താണ് ആൾക്കാരെ കൂട്ടിയിട്ട് സംഘമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തിയിട്ട് നേടിയെടുക്കാൻ പറ്റില്ല. തന്നേ തീരൂ, മോക്ഷം ഞങ്ങൾക്ക് തന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ല. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പണ്ടേ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിരുന്നു നമ്മൾ. ഇതൊരാൾക്ക് ഒറ്റയ്ക്ക് മാത്രം നടന്നു തീർക്കാൻ കഴിയുന്ന ദൂരമാണ്. എനിക്കൊരു പക്ഷേ നേടാൻ സാധിക്കും എൻ്റെ മോക്ഷം എൻ്റെ നിരന്തരമായിട്ടുള്ള സാധന കൊണ്ട്, ധ്യാനം കൊണ്ട്, എൻ്റെ സമർപ്പണം കൊണ്ട്, എൻ്റെ ഉപാസന കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട് എനിക്കൊരു പക്ഷെ മോക്ഷം നേടാൻ സാധിച്ചേക്കും. എന്നാൽ അങ്ങനെ നേടിയെടുത്ത മോക്ഷത്തിൽ നിന്നൊരു കഷ്ണം പോലും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് പോലും കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്തായാലും ഞാൻ കുറേ കഷ്ടപ്പെട്ട് നേടിയതല്ലേ മോക്ഷം, എൻ്റെ അമ്മയ്ക്ക് ഇത്തിരി മോക്ഷം കൊടുക്കുക. അമ്മ പാവല്ലേ, അമ്മ കുറേ കാലം എന്നെ നോക്കി വളർത്തിയതല്ലേ. അമ്മയ്ക്കാണെങ്കിൽ ഇതുപോലെ അധ്വാനിച്ചിട്ട് മോക്ഷമൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും, വയ്യ. അപ്പോൾ ഞാൻ സമ്പാദിച്ച മോക്ഷത്തിൽ കുറച്ച് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നിവൃത്തിയുണ്ടോ? നിവൃത്തിയില്ല. അമ്മയുടെ മോക്ഷം അമ്മേനെ ഉണ്ടാക്കിയിട്ട് വേണം. അച്ഛന് കുറച്ച് മോക്ഷം കൊടുക്കാം, നിവൃത്തിയുണ്ടോ? ഭാര്യയ്ക്ക് കൊടുക്കാം, മക്കൾക്ക് കൊടുക്കാം. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ആൾക്ക് പോലും അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മോക്ഷം മാത്രം സമ്പാദിക്കാനേ പറ്റുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ ലക്ഷ്യം സ്വയമേവ നടന്നു തീർക്കണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരെയും കൂട്ടി പോകാൻ കഴിയുന്ന ഒരു പിക്നിക് അല്ല, ഇത് ആളെ കൂട്ടി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവകാശമല്ല. ഇത് ഓരോ മനുഷ്യനും ഒറ്റയ്ക്ക് നടന്നു തീർക്കേണ്ട ദൂരമാണ്, ഓരോ മനുഷ്യനും ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുധർമ്മം അടിസ്ഥാനപരമായി ഒരു മോക്ഷമാർഗമായതുകൊണ്ട് തന്നെ അതൊരു ഏകാന്തമായിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും ആളെ കൂട്ടി പ്രാർത്ഥിക്കുന്ന സംഭവം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അകന്ന് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുന്ന പരിപാടി ഉണ്ടാക്കിയത്. ഈ പറയുന്ന മഹാരാജാക്കന്മാർ മഹായുദ്ധങ്ങൾ നടത്തിയിട്ട് നേടിയെടുത്തിട്ടുള്ള രാജ്യം പോലും മരിക്കുന്നവരെ കട്ടിൽ കിടന്ന് ഭരിക്കുകയല്ല ചെയ്തത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മഹാഭാരതം എന്ന് പറയുന്ന എല്ലാ മഹാരഥന്മാരും ഒന്നിച്ച് മരിച്ചു വീണിട്ടുള്ള ഏറ്റവും വലിയ മഹായുദ്ധം, 18 അക്ഷൗഹിണികൾ നിരന്നിട്ടുള്ള മഹായുദ്ധം, 18 ദിവസം നീണ്ടു നിന്നിട്ടുള്ള മഹായുദ്ധം, ആ മഹായുദ്ധം കഴിഞ്ഞിട്ട് നേടിയെടുത്തിട്ടുള്ള ഹസ്തിനപുരം പാണ്ഡവർ മരണം വരെ അനുഭവിക്കുകയാണോ ചെയ്തത്? അവരുടെ സമയമായി എന്ന് മനസ്സിലായപ്പോൾ അടുത്ത തലമുറയെ പരീക്ഷത്തിന് ഏൽപ്പിച്ചുകൊണ്ട് നേരെ കാട്ടിലേക്ക് ഇറങ്ങുക ചെയ്ത്. നമ്മുടെ 4 ആശ്രമങ്ങളിലെ 3-ാമത്തെ ആശ്രമത്തിന് വാനപ്രസ്ഥം എന്ന് പേര് കൊടുത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ വേദങ്ങളുടെ 3-ാമത്തെ പാദത്തിന് ആരണ്യകങ്ങൾ എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്? വേദങ്ങൾക്ക് 4 പാദമാണ് ഉള്ളത്. അതിൽ ആദ്യത്തേന് നമ്മൾ സംഹിത എന്ന് പറയും. വേദങ്ങളിലെ മന്ത്രഭാഗങ്ങൾ ആണ് നമ്മൾ സംഹിത എന്ന് പറയുന്നത്. ഈ സംഹിതകൾക്ക് മേലെയുള്ള പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെയും ഭാഷ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രാഹ്മണങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിലെ 3-ാമത്തെ ഭാഗമാണ് ആരണ്യകങ്ങൾ. എന്താ? ആഴത്തിൽ മനനം ചെയ്ത് തിരിച്ചറിയേണ്ട തത്വങ്ങളാണ് ആരണ്യകങ്ങൾ. അത് എന്താണ്? ആരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അത് ഏതെങ്കിലും പണ്ഡിതൻ്റെ വ്യാഖ്യാനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ ആഴത്തിൽ മനനം ചെയ്ത് നിങ്ങൾ ഉള്ളിൽ നിന്ന് കണ്ടെടുക്കേണ്ട തത്വമാണത്. അതുകൊണ്ട് അതിൻ്റെ പേരെന്ത്? ആരണ്യകം. ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്നാണ്. കാട്ടിൽ പോയിരുന്ന് ധ്യാനിക്കണം. അത് കൊട്ടാരത്തിൻ്റെ സുകുമാരത്തിൽ ഇരുന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് അടച്ചുറപ്പുള്ള വീടിൻ്റെ ഭദ്രതയിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് ബന്ധുജനങ്ങളൊക്കെ ചുറ്റുപാട് നിന്ന് സേവ ചെയ്യുന്ന അന്തരീക്ഷത്തിലിരുന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല. അത് ആ തത്വങ്ങളെ പറ്റി മനനം ചെയ്യാനാണത്രേ ആളുകൾ പണ്ട് എന്ത് ചെയ്തിരുന്നു? വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ട് കാടുകളിലേക്ക് പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. കൂടിച്ചേരുക എന്നുള്ളതല്ല, ഒന്നിച്ച് നിന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല, വളരെ ഏകാന്തമായിട്ടുള്ള അന്വേഷണങ്ങളാണ് ഹിന്ദുധർമ്മത്തിൻ്റെ സ്വഭാവം. എന്നതുകൊണ്ടാണ് അതൊരു മിഷണറി റിലീജിയൻ്റെ സ്വഭാവമില്ലാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ വല്ലാത്ത മമതാബന്ധം എന്ന് പറയുന്നത് മോക്ഷത്തിലുള്ള തടസ്സമാണ്. എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഈ ജന്മത്തിൽ നിവൃത്തിയൊന്നുമില്ല, അടുത്ത വട്ടം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അതിര് കവിഞ്ഞിട്ടുള്ള മമതാബന്ധങ്ങൾ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കാതെ മണ്ണിൽ അടിച്ചു വെച്ചിട്ടുള്ള ആണി പോലെ നമ്മളെ ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കഥയിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്തോ ചെയ്തു, ഒരു വലിയ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സന്യാസിക്ക് കത്തയച്ചു അത്രേ, ഞാൻ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചു പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ തന്നെ വലിയ പുണ്യം കിട്ടും. അപ്പോൾ ഒരു അമ്പലം ഉണ്ടാക്കിയാലോ എത്ര പുണ്യം കിട്ടും, മോക്ഷം കിട്ടും എന്നല്ലേ വിചാരിക്കേണ്ടത്. അപ്പോൾ തിരിച്ച് കത്തയച്ചു അത്രേ, ഞാൻ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞതിൽ ആ ഞാനെന്ന ബോധം വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഒരു 4 ജന്മം
ആ അമ്പലത്തിലെ പൂജാരിയായിട്ടും പിന്നെ അവിടുത്തെ കഴകക്കാരനായിട്ടും പിന്നെ ആ അമ്പലപ്പറമ്പിലെ പുല്ല് തിന്നുന്ന പയ്യായിട്ടും പിന്നെ വേറെന്തോ ആയിട്ടും ആ പരിസരത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ ബന്ധം അങ്ങോട്ട് വിടട്ടെ, ഞാനങ്ങോട്ട് വിടട്ടെ, അപ്പം ആലോചിക്കാം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മളെ തറച്ചു നിർത്തുന്ന ചില സംഗതികളാണ് അതിര് കവിഞ്ഞിട്ടുള്ള മമതാബന്ധങ്ങൾ. ഇവിടെ ദത്താത്രേയൻ ചോദിക്കുന്നൊരു ചോദ്യം വളരെ രസമാണ്. മോക്ഷത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ജന്മം മനുഷ്യജന്മമാണ്. ആ മനുഷ്യജന്മം കിട്ടിയിട്ടും കേവലം കപോതപക്ഷികളെ പോലെ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ ഈ മനുഷ്യജന്മം കൊണ്ട് എന്ത് കാര്യം? എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് വലയിൽ ചെന്ന് ചാടാൻ ഒരു പ്രാവിൻ്റെ ബുദ്ധിമതിയല്ലോ, അതിന് മനുഷ്യനാവുണ്ടല്ലോ. അതല്ലേ ഈ പറഞ്ഞ പ്രാവും ചെയ്തത്. എൻ്റേത്, എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ നമ്മളെ ഈ മമതയിൽ വലിച്ചടുപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യജന്മം എന്ന് പറയുന്ന അവസ്ഥയുടെ പൂർണ്ണത നമ്മൾ അപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ആ തത്വം പഠിപ്പിക്കുന്നത്. അടുത്ത പാഠം പഠിപ്പിക്കുന്നത് പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് എന്താ ചെയ്യുന്നത്? പെരുമ്പാമ്പ് ഇര പിടിക്കാൻ വേണ്ടി പോവാറില്ല എന്നുള്ളതാണ് പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത. പെരുമ്പാമ്പ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കും. ആ സ്ഥലത്ത് ആരെങ്കിലും വന്നിട്ട് വളരെ സൗകര്യത്തിന് പെരുമ്പാമ്പിൻ്റെ മുന്നിൽ അകപ്പെട്ടാൽ പെരുമ്പാമ്പ് കഴിക്കും. പെരുമ്പാമ്പ് കഴിച്ചാൽ പിന്നെ 2-3 ദിവസം പെരുമ്പാമ്പിന് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ജീവിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് പെരുമ്പാമ്പിൻ്റെ ലക്ഷ്യം. അല്ലാണ്ട് പെരുമ്പാമ്പ് ആരെങ്കിലും ഓടിച്ചിട്ട് പിടിക്കണം നമ്മൾ കണ്ടിട്ടുണ്ടോ? പെരുമ്പാമ്പിന് വിശന്നു കഴിഞ്ഞാൽ പെരുമ്പാമ്പ് ഒരു ജീവിനെ ഓടിച്ചിട്ട് പിടിക്കുന്നില്ല. പെരുമ്പാമ്പ് വളരെ സ്വസ്ഥനായിട്ട് അതിൻ്റെ സ്ഥാനത്ത് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സന്യാസിക്ക് വേണ്ട ഭാവമാണ് എന്ന് ദത്താത്രേയൻ പഠിക്കുന്ന പെരുമ്പാമ്പിൽ നിന്നാണ്. അതായത് എനിക്ക് വേണം എന്നൊരാഗ്രഹം ഉടലെടുത്തു കഴിഞ്ഞാൽ അത് സന്യാസത്തിനുള്ള തടസ്സമാണ്. എനിക്ക് ഇന്ന നേരത്ത് ഭിക്ഷ കിട്ടണം എന്നൊരു സന്യാസി വിചാരിച്ചാൽ, അതെൻ്റെ അവകാശമാണെന്ന് വിചാരിച്ചാൽ, അതിനുവേണ്ടി പരിശ്രമം ആരംഭിച്ചാൽ, അതല്ലെങ്കിൽ ഒന്നുകൊണ്ട് മതിയാവാണ്ട് വീണ്ടും വീണ്ടും അടുത്തടുത്തൊക്കെ ഇങ്ങനെ പോയി പരീക്ഷിക്കുക, അങ്ങനെ ചെയ്യുന്നത് ഒരു സന്യാസിയുടെ ലക്ഷണമല്ല. അതുകൊണ്ട് പെരുമ്പാമ്പിൻ്റെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതിരിക്കാനും ശീലിക്കുക. ഭക്ഷണം നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾക്ക് അന്ന് കഴിക്കാനുള്ള നിയോഗമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കുക എന്ന് പറയുന്ന പാഠം ദത്താത്രേയൻ പഠിക്കുന്നത് പെരുമ്പാമ്പിൽ നിന്നാണ്. പെരുമ്പാമ്പിന് അജഗരം എന്നാണ് പറയുക. പിന്നെ സമുദ്രത്തിൽ നിന്നാണ് വലിയൊരു പാഠം പഠിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താണ്? ആഴമുള്ള മനുഷ്യനാവുക എന്നുള്ള പാഠം. സമുദ്രം നോക്കൂ, എത്ര ആഴത്തിലാണ് സമുദ്രം നിൽക്കുന്നതെന്ന് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ ആളുകളെ ഭയപ്പെടുത്തുന്നത് ആ സമുദ്രത്തിൻ്റെ ആഴം എന്താകാം എന്ന അനിശ്ചിതത്വമാണ്. ഒരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എത്രയാണ് സമുദ്രത്തിൻ്റെ ആഴം എന്നത്. എത്രയും ആകാമല്ലോ എന്നുള്ള. മൗണ്ട് എവറസ്റ്റിനേക്കാൾ നീളമുള്ള പർവ്വതം സമുദ്രത്തിനടിയിലുണ്ട്. അതിൻ്റെ ഒരു തുമ്പ് പോലും നമ്മൾ പുറത്തേക്ക് കാണുന്നില്ല. അങ്ങനെ 2 പർവ്വതം കൂടി വെച്ചാലും സമുദ്രത്തിൻ്റെ ആഴം ബാക്കിയാണെന്നുള്ള അത്രയും രത്നഗർഭയായിട്ട് രഹസ്യഗർഭയായിട്ട് നിൽക്കുകയാണ് സമുദ്രം. ആ ആഴമാണ് ഒരു യോഗിക്ക്, ഒരു സന്യാസിക്ക് വേണ്ടത്. ഏതൊരാൾക്കും, സംവാദത്തിന് മുതിരുന്ന ഒരാൾക്ക് ഇദ്ദേഹത്തിൻ്റെ ആഴം എന്തെന്ന ശങ്ക കൊണ്ട്, ആ അനിശ്ചിതത്വം കൊണ്ട് അതിന് ധൈര്യം വരാത്തത്രയും ആഴം പ്രാപിക്കാനാണ് ദത്താത്രേയൻ പറയുന്നത്. ആ പാഠമാണ് ദത്താത്രേയൻ സമുദ്രത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത പാഠം ദത്താത്രേയൻ പഠിക്കുന്നത് ശലഭത്തിൽ നിന്നാണ്. ഈ ശലഭങ്ങൾ, നിശാശലഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അഗ്നിയിലേക്ക് അത് പ്രകാശമാണ് എന്ന് ധരിച്ചുകൊണ്ട്, ആഹാരമാണ് എന്ന് ധരിച്ചുകൊണ്ട് നിരന്തരമായിട്ട് അഗ്നിയിലേക്ക് ചെന്ന് ആത്മാഹുതി ചെയ്യുന്ന ശലഭങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രലോഭനങ്ങളിൽ പെട്ടുപോയിട്ട് പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വയം നടത്തുന്ന ആത്മാഹുതികളെ പറ്റി, എങ്ങനെ ഈ ലോകത്തിൻ്റെ, ഈ ലൗകികമായിട്ട് ലോകം വെച്ച് നീട്ടുന്ന പലതരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടല്ലോ, ആ പ്രലോഭനങ്ങൾ ഇതാണ് ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മോക്ഷം എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് ഒരു ആത്മീയ ജീവിതത്തിന് അറുതി വരുത്തുന്ന ആധ്യാത്മികമായിട്ടുള്ള ആത്മാഹുതികളെ പറ്റി ദത്താത്രേയൻ മനസ്സിലാക്കുന്നത് ആരിൽ നിന്നാണ്? ശലഭത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദത്താത്രേയൻ്റെ അടുത്ത പാഠം പഠിക്കുന്നത് വണ്ടിൽ നിന്നാണ്. വണ്ട് ഒരു പ്രത്യേകതയുള്ള ജീവിയാണ്. വണ്ട് തേൻ മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നുള്ള. ഇന്ന് തേനില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് മീൻകറി കൂട്ടി ചോറിനാം എന്ന് വണ്ട് വിചാരിക്കാറില്ല. അതല്ലെങ്കിൽ ഇന്ന് തേനില്ലാത്തതുകൊണ്ട് മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങളാവാമെന്ന് വിചാരിക്കില്ല. നിശ്ചിതമായിട്ടുള്ളൊരു ആഹാര പദ്ധതി നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വണ്ട് ഒരു പൂവിൽ നിന്ന് മാത്രമായിട്ടല്ല തേൻ കുടിക്കുന്നത്.
വണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പൂവിൽ നിന്ന് കുറച്ച് തേൻ കുടിക്കുന്നു, ഉടനെ അടുത്ത ഇതിലേക്ക് പോകുന്നു. അങ്ങനെ എന്താണ്, പല സ്ഥലത്ത് നിന്ന് ഭിക്ഷയാചിച്ചിട്ടാണ് കഴിക്കുന്നത്. സ്ഥിരമായിട്ടൊരു സങ്കേതം കണ്ടെത്തിയിട്ട്, ഒരു സേഫ്റ്റി ഉള്ള, ഒരു സെക്യൂരിറ്റി ഉള്ളൊരു സങ്കേതം കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ തന്നെ സന്യാസിമാർ, ചില സ്ഥിരം സ്പോൺസർമാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് മാത്രമേ ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമുള്ളൂ. ശരിക്കുള്ള സന്യാസ ലക്ഷണത്തിൽ സന്യാസിക്ക് ഭിക്ഷ യാചിച്ച് മാത്രമേ ആഹാരം കഴിക്കാനുള്ള അവകാശമുള്ളൂ. മാത്രമല്ല, സന്യാസിക്ക് ഒരു രാത്രി കഴിയണ വരെ ഒരേ ഗ്രാമത്തിൽ താമസിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ, രാത്രി കഴിഞ്ഞാൽ അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം. ഒരേ ഗ്രാമത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ പാടില്ല. ചാതുർമാസ്യം എന്ന് പറയുന്ന വ്രതം എടുക്കുന്ന സമയത്ത് മാത്രമാണ് 4 മാസം ഒരേ സ്ഥലത്ത് സ്ഥിരതാമസം ചെയ്യാനുള്ള അധികാരമുള്ളത്. അതല്ലെങ്കിൽ സന്യാസി നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ്. അതേപോലെ തന്നെ ഏതാണോ ഇവർ സ്വീകരിച്ചിട്ടുള്ള ദീക്ഷ, ആ ദീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള പദ്ധതി അവർ ചെയ്യേണ്ടത്. ദശനാമി സമ്പ്രദായത്തിൽ ഗിരി, പുരി, സരസ്വതി, ഭാരതി, ആരണ്യ, വന എന്നൊക്കെ പറയുന്ന ആശ്രമങ്ങളുണ്ട്. അതിൽ ഗിരി എന്ന് പറയുന്ന സന്യാസിമാർ മലകളിൽ താമസിക്കേണ്ട ആൾക്കാരാണ്. അപ്പോഴാണ് ഗിരി എന്നുള്ള പേരുള്ള സന്യാസിമാർ ഇവിടെ കുണ്ടമൺകടവിലൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെ പുരി എന്ന പേരുള്ള സമ്പ്രദായത്തിൽ പെടുന്ന സന്യാസിമാർക്കാണ് നഗരങ്ങളിൽ താമസിക്കാനുള്ള അധികാരമുള്ളത്. അവരാണ് പുരങ്ങളിൽ വസിക്കാൻ അധികാരപ്പെട്ടിട്ടുള്ളത്. ഭാരതി എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സരസ്വതി എന്ന് പറയുന്ന ആൾക്കാർ വേദാധ്യയനം ചെയ്ത് ജീവിക്കേണ്ട ആളുകളാണ്. പഠിപ്പിച്ചു കൊടുക്കേണ്ട, വേദം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. ആരണ്യ എന്ന് പറയുന്ന ആശ്രമത്തിൽപ്പെടുന്ന ആളുകൾ അവർ കാടുകളിൽ താമസിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തനിക്ക് സ്ഥിരമായി ഭിക്ഷ തരാൻ പറ്റുന്ന പ്രതാപവാനായിട്ടുള്ള, ബലവാനായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് എല്ലാ ദിവസവും അയാളുടെ ആശ്രിതനായിട്ട് ജീവിക്കാനുള്ള അധികാരം സന്യാസിക്കില്ല. സന്യാസി എങ്ങനെയാണോ വണ്ട് പല പൂവുകളിൽ നിന്ന് അല്പാൽപമായിട്ട് തേൻ ശേഖരിക്കുന്നത്, അതുപോലെ നിരവധി ആളുകളിൽ നിന്ന് അല്പാൽപമായിട്ട് ഭിക്ഷ സ്വീകരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന പാഠം പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്ത പാഠം പഠിക്കുന്നത് തേനീച്ചയിൽ നിന്നാണ്. തേനീച്ചയിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താ? ശേഖരിച്ച് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. തേനീച്ച എന്താ ചെയ്യുന്നത്? തേനീച്ച പൂവിലുള്ള, അല്ലെങ്കിൽ അതിലുള്ള തേൻ മുഴുവൻ ശേഖരിച്ച് ഇതിൻ്റെ കാവൽക്കാരനായി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തേനീച്ചയ്ക്ക് ഇത് മുഴുവൻ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു തേനീച്ച അതിൻ്റെ കൂട്ടിലുള്ള മുഴുവൻ തേനും കുടിച്ച് സന്തോഷത്തോടു കൂടി വിടവാങ്ങിയതായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. തേനീച്ച ഇത് മുഴുവൻ ഞാനാണ് ഇതിൻ്റെ രക്ഷാധികാരി എന്ന് വിചാരിച്ച് കാവൽ നിൽക്കുന്നു. അവസാനം ആരെങ്കിലും വന്നിട്ട് ഈ തേന് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്യുന്നു, തേനീച്ചയെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സമ്പാദ്യത്തിന് കാവൽക്കാരനായിട്ട് നിൽക്കുന്നതിലുള്ള അർദ്ധരാഹിത്യത്തെ പറ്റിയിട്ട്, തനിക്ക് എന്ന് കരുതി ശേഖരിച്ച് വെക്കുന്നതിലല്ല, മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ ആനന്ദമുള്ളത് എന്ന് പറയുന്ന പാഠം പഠിക്കുന്ന ആരിൽ നിന്നാണ്? അത് തേനീച്ചയിൽ നിന്നാണ്. ആനയിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കുറച്ച് സ്ത്രീവിരുദ്ധമായി ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷേ ദത്താത്രേയനൊരു സന്യാസി ആയതുകൊണ്ടും അദ്ദേഹം സ്ത്രീ വിരക്തനായിരുന്ന, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്ന, സ്പർശന ദർശനാദി അഷ്ടമൈഥുനങ്ങളും വർജിച്ചിരുന്ന ഒരാളായതുകൊണ്ടും സ്ത്രീ സംഘം പാടില്ലെന്ന് പറയുന്ന പാഠമാണ്. സ്ത്രീകളെ കാണാനേ പാടില്ല, സ്ത്രീകളുമായിട്ട് ഏതെങ്കിലും നിലയിലുള്ള സമ്പർക്കം പാടില്ല എന്ന് പറയുന്ന പാഠമാണ് ആനയിൽ നിന്ന് പഠിക്കുന്നത്. അത് ഒരു കാട്ടിൽ നടന്നൊരു കഥയാണ്. ഒരു പെൺ ആനയ്ക്ക് വേണ്ടിയിട്ട് 2 ആനകൾ തമ്മിലുണ്ടാവുന്ന ഒരു പോരാട്ടം. ഒരു ആണാന ഒരു പെണ്ണാനയെ അതിനെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന മറ്റ് കൊമ്പന്മാരുമായിട്ടുണ്ടാവുന്ന ഒരു പോരാട്ടത്തിൽ ഈ ആനയ്ക്ക് പരിക്ക് പറ്റുന്നതും. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ വശീകരിക്കാൻ, ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന ആണുങ്ങൾ തമ്മിലുള്ള കലഹം, മത്സരം, അത് ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ഏർപ്പാടാണ് എന്ന് ദത്താത്രേയന് മനസ്സിലാവുന്നത്. ദത്താത്രേയൻ പറയുന്നുണ്ട്, സന്യാസി മരം കൊണ്ട് പെണ്ണിൻ്റെ പ്രതിമയുണ്ടാക്കിയാലും അതിൽ കാലുകൊണ്ട് പോലും തൊടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് സ്ത്രീ സമ്പർക്കത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് സന്യാസം എന്ന് പറയുന്ന ആ ആശ്രമത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കതെങ്ങനെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മുനിപഞ്ചകത്തിലായിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റ് കൃതികളിലായിക്കോട്ടെ, സ്ത്രീ സമ്പർക്കത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള, വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഒരു ഘട്ടത്തിൽ കാമദേവനെ മദനപ്പുലയൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അതേപോലെ തന്നെ ബുദ്ധൻ്റെ ബുദ്ധഭിക്ഷുക്കൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ സ്ത്രീകളെ ഒരു കാരണവശാലും അവരെ കാണാനോ അവരോട് ഏതെങ്കിലും നിലയിൽ സമ്പർക്കം നടത്താനോ പാടില്ല എന്ന് പറയുന്ന നിഷ്ഠകളുണ്ട്. സ്ത്രീ ഭിക്കുകളെ ബുദ്ധൻ പിന്നീട് വളരെ വൈകിട്ടാണ് അനുവദിച്ചത്. ആദ്യം സ്ത്രീകൾ
സ്ത്രീകൾക്ക് അദ്ദേഹം ഈ പറയുന്ന സന്യാസത്തിനുള്ള അവസരം നിഷേധിച്ചിരുന്നു. പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ മറ്റൊരു ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് വനിതാ ഭിക്കുക്കളെ അനുവദിച്ചുകൊണ്ട്, അവർക്ക് തന്നെ പുരുഷ ഭിക്കുക്കൾക്കുള്ളത് ഇത്ര വ്രതങ്ങളാണെങ്കിൽ 72 വ്രതങ്ങളാണെങ്കിൽ വനിതാ ഭിക്കുകൾക്ക് 144 വ്രതങ്ങൾ, അങ്ങനെ ഇരട്ടിയായിട്ടുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആനയിൽ നിന്ന് പഠിക്കുന്ന പാഠം അതാണ്. അതേപോലെ തന്നെ മാനിൽ നിന്ന് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മാന്, ഒരു വേടൻ മാനിനെ വലയിൽ വെച്ച് കീഴ്പ്പെടുത്തുന്നത്, അതേപോലെ തന്നെ ഈ വിഷയസുഖങ്ങളിൽ ആഗ്രഹിച്ച് പോകുന്ന ആളുകൾ വേടൻ്റെ വലയിൽ കുടുങ്ങുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ മത്സ്യത്തിൽ നിന്ന് പാഠം പഠിക്കുന്നുണ്ട്, മറ്റേ സിംഹത്തിൽ നിന്ന് പാഠം പഠിക്കുന്നുണ്ട്. ഓരോന്നിൽ നിന്നും വലിയ വലിയ തത്വങ്ങൾ അദ്ദേഹം, ഓരോന്നിനെയും നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാം വളരെ ആഴത്തിലുള്ള തത്വങ്ങളുണ്ട് എന്നാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ പിങ്കള എന്ന് പറയുന്നൊരു വേശ്യാസ്ത്രീയിൽ നിന്ന്, അന്നത്തെ ദ്വാരകയിൽ ജീവിച്ചിരുന്ന പിങ്കള എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയിൽ നിന്ന് യഥാർത്ഥത്തിൽ ശരീരസുഖം എന്ന് പറയുന്നത് കേവലം മിഥ്യയാണ് എന്നും അവനവനിൽ ഈശ്വരൻ്റെ സങ്കല്പത്തെ സാക്ഷാത്കരിക്കുന്നതാണ് യഥാർത്ഥ അർത്ഥത്തിലുള്ള ജീവിതത്തിലെ സുഖം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതൊന്നും ഓരോന്നായിട്ട് ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ കുരപ്പപ്പക്ഷിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. കുരപ്പപ്പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരുന്ത് ഒരു മാംസകഷ്ണം വായിൽ വെച്ചിരിക്കുകയാണ്. ഇത് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ മാംസകഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബാക്കി എല്ലാ പരുന്തുകളും വന്നിട്ട് ഈ പരുന്തിനെ ആക്രമിക്കുകയാണ്. ഇത് മാംസം വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിക്കുന്നിടത്തോളം നേരം ഇതിൻ്റെ സംഘർഷം നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഗതിയില്ലാതെ ഇത് ഈ മാംസകഷ്ണം വായിൽ നിന്നും താഴെ ഇട്ടപ്പോൾ മറ്റ് പക്ഷികളെല്ലാവരും ഈ മാംസകഷ്ണം കൊണ്ട് പോയി, ഈ പരുന്ത് സ്വസ്ഥനായി. അപ്പോൾ എത്രത്തോളം സമയം നിങ്ങൾ ഇതിൽ ഈ പറയുന്ന മാംസകഷ്ണത്തിൽ പിടിവിടാതെ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ടോ അത്രത്തോളം കാലം നമ്മുടെ ഈ പീഡയും നമ്മുടെ ഈ വേദനയും അവസാനിക്കുന്നില്ല. ആ പിടി നിങ്ങൾ വിടാൻ തീരുമാനിക്കുന്ന സമയത്ത്, ദ മൊമെൻറ്റ് യു ലെറ്റ് ഇറ്റ് ഗോ, അവിടെ നിങ്ങൾ സ്വതന്ത്രനാവുന്നു എന്ന് പറയുന്ന പാഠമാണ് അദ്ദേഹം കുരപ്പപ്പക്ഷിയിൽ നിന്ന് പഠിക്കുന്നത്. അതേപോലെ തന്നെ കന്യകയിൽ നിന്ന് പാഠം പഠിക്കുന്നുണ്ട്. ഒരു നാട്ടിലെ ഒരു കന്യകയ്ക്ക് ഒരു കല്യാണാലോചനയുമായിട്ട് ആൾക്കാർ വീട്ടിൽ വന്ന സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ഇവർ തന്നെ അരി ഇടിച്ചിട്ട് പലഹാരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കയ്യിൽ നിറച്ച് വളയായതുകൊണ്ട് ഈ വളകൾ തമ്മിൽ കിലുങ്ങുന്ന ഒച്ച വല്ലാത്ത അലോസരം ഉണ്ടാക്കി. അപ്പം വളകൾ ഓരോന്നായിട്ട് ഊരി വെച്ചു എന്നാണ്. അങ്ങനെ ഊരി വെച്ചിട്ട് അവസാനം പൂർണ്ണമായിട്ട് ശബ്ദമില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടി വന്നു, മുഴുവൻ ആഭരണങ്ങളും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഉപേക്ഷയുടെ പാഠം, അതേപോലെ ചെറിയ കുട്ടിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠം, അതേപോലെ തന്നെ സർപ്പത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠം, എട്ടുകാലിയിൽ നിന്ന്, വേട്ടാളനിൽ നിന്ന്, ഇങ്ങനെയുള്ള 24 ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് ദത്താത്രേയൻ പറയുന്നത്. ഇതിൽ ഓരോന്നിലും ആന്തരികമായിട്ടുള്ളൊരു തത്വത്തെയാണ് യഥാർത്ഥത്തിൽ ദത്താത്രേയൻ പറയുന്നത്. എന്താണ്? നിങ്ങളിവിടെ കാണുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിൽ നിന്ന് എടുക്കാവുന്ന നന്മയുടെ ഒരു പാഠമുണ്ട്. നിങ്ങൾ അതിലെന്ത് കാണുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും എട്ടുകാലിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എട്ടുകാലിയിൽ നിന്ന് നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പാഠം എടുക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. സർപ്പത്തെ കണ്ടപ്പോൾ പേടിച്ച് ഓടുകയല്ലാതെ അതിനെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാവുന്നൊരു നല്ല പാഠം അതിലുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പശുവിനെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, പാല് കറന്ന് കുടിച്ചിട്ടുണ്ട്. പക്ഷേ പശുവിൽ നിന്നൊരു പാഠം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തുറന്ന മനസ്സോടു കൂടിയിട്ടല്ല ഈ പ്രപഞ്ചത്തിൽ ഇടപെടുന്നത് എന്നതുകൊണ്ടാണ്. നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ട പാഠങ്ങൾ ഈ പ്രകൃതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുറ്റുപാടും കാണുന്ന ഈ ശബ്ദപ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഗുരുക്കന്മാർ. അതല്ലാതെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് മനുഷ്യരോ സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ മാത്രമല്ല. യഥാർത്ഥത്തിൽ സത്യാന്വേഷിയായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ ആത്മാവ് തന്നെയാണ് പരമഗുരു. അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എല്ലാ ഉത്തരങ്ങളെയും കണ്ടെടുക്കുന്നത്. അങ്ങനെ ഉള്ളിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ചുറ്റുപാടും കാണുന്ന ഓരോന്നും നിങ്ങളുടെ ഗുരുനാഥന്മാരായിട്ട് വർത്തിക്കുകയും ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വലിയ വലിയ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദത്താത്രേയൻ്റെ 24 ഗുരുക്കന്മാർ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഗുരു എന്നുള്ള വാക്കിന്, ഗു എന്നുള്ള വാക്കിന് ഇരുട്ട് എന്നും രു എന്നുള്ള വാക്കിന് പ്രകാശം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഗുരു എന്നുള്ള ഗൗണാർത്ഥം കേട്ടോ, ശരിക്കുള്ള അർത്ഥമല്ല. ഗുരു എന്നുള്ളതിന് ഡെൻസിറ്റി എന്ന അർത്ഥമുണ്ട്, ഗുരുത്വം നമ്മൾ പറയില്ല. അപ്പോൾ അറിവ് കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട് അത്രയും ഗുരുത്വം ആർജിച്ചിട്ടുള്ളവരെയാണ് ഗുരു എന്ന് വിളിക്കുന്നതെന്ന് പറയാം.
അതല്ലെങ്കിൽ നേർവഴിക്ക് നയിക്കുന്നവൻ അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഗുരു എന്ന് പറയാം. ഈ ഗൗണമായിട്ടുള്ള അർത്ഥത്തിൽ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ ആരോ അവനാണ് ഗുരു എന്നുള്ളതാണ്. അസതോമാ എന്താണ് സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ജ്യോതിയിലേക്ക് നയിക്കുന്ന ആ തത്വത്തെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഓരോന്നും നിങ്ങൾക്ക് ആ മട്ടിലുള്ള തുറന്ന മനസ്സുണ്ടെങ്കിൽ, ദത്താത്രേയനെ പോലെയുള്ള ഒരു അവധൂതാവസ്ഥ നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന എല്ലാത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ എന്താ പറയുക യദു ദത്താത്രേയ സംവാദം. 3 അധ്യായങ്ങളിലായിട്ടാണ് അതുള്ളത്. 7, 8, 9 അധ്യായങ്ങളാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് എന്താ പറയുക നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവും ഉദ്ധവരും തമ്മിലുള്ള സംഭാഷണം, അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപേയുള്ള അവസാനത്തെ ഉപദേശങ്ങൾ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ സാന്ദർഭികമായിട്ട് എന്താണ് ത്യാഗത്തിൻ്റെ ഒരവസ്ഥ പ്രാപിക്കാൻ ചെയ്യേണ്ടത് എന്ന് ഉദ്ധവരെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദത്താത്രേയനും യദുവും തമ്മിലുള്ള സംവാദത്തെ ഭഗവാൻ പരാമർശിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ദത്താത്രേയൻ താൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് വിശദീകരിക്കുന്നിടത്താണ് തൻ്റെ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. എങ്കിൽ പോലും എന്നോട് ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് വളരെ ചുരുക്കത്തിൽ ഞാൻ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വരികയും ഇവിടെ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നല്ല, ഈ വേദിയിൽ വന്ന് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനുള്ളൊരു അവസരമായി മാത്രമേ, അല്ലാണ്ട് എൻ്റെ പാണ്ഡിത്യ പ്രദർശനം കൊണ്ട് നിങ്ങളെയൊക്കെ കുറച്ച് ഭാഗവതം പഠിപ്പിച്ച് കളയാം എന്നുള്ള യാതൊരു മൗഢ്യം എനിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും നിരന്തരമായി ഭാഗവത ശ്രവണം കൊണ്ട് വളരെ ഈശ്വരനോട് വളരെ അടുത്തുള്ള പുണ്യാത്മാക്കളാണ്. നിങ്ങളുടെയൊക്കെ ഒപ്പം കുറച്ച് സമയം ഇരിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ ഒരു പുണ്യം. അതിന് ഈ വർഷവും കൂടി അവസരം ഒരുക്കി തന്നിട്ടുള്ള ഈ മള്ളിയൂരിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അധികാരികൾക്കും മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ മക്കൾക്കും ഈ സംസ്കാരത്തെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടുത്തെ ആളുകൾക്കും എൻ്റെ സാഷ്ടാംഗ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ ദേശനാഥൻ കൂടിയായിട്ടുള്ള മഹാഗണപതിക്ക് മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിർത്തുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.